കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതിലേക്ക് അടക്കുകയാണ്. എങ്ങനെയായി ഒരുക്കങ്ങളൊക്കെ ഇതുവരെ എത്തി? സീറ്റ് ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ SIRുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഒത്തിരി നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് ഏറ്റെടുത്തെങ്കിൽ പലരും വോട്ടർമാരുടെ പേരുകൾ വെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത് അത്ര എളുപ്പവുമല്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ അതിനുള്ള ഒരു നാളെയും അതിൻ്റെ ഒരു സിറ്റിംഗ് ആയിട്ട് വാർഡ് പ്രസിഡന്റുമാരായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത ദിവസവും ഇരിക്കുന്നുണ്ട്. ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വോട്ടർമാരെ വോട്ട് ചെയ്യുവാനായിട്ടുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റ് ചർച്ചകൾ സീറ്റ് ചർച്ചകളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം സമയമുണ്ട്. എന്നാലും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമായിരിക്കും. നമ്മളിപ്പോൾ കഴിഞ്ഞ തവണ 13 സീറ്റ് ലഭിച്ചു. അതിലൊരു സീറ്റ് വിട്ടുകൊടുത്തിരുന്നു മുന്നണിയിലേക്ക് ആദ്യ ഘട്ടം വന്നപ്പോൾ. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും 13 മത്സരിക്കും? നമ്മൾ 13 സീറ്റാണ് ഇടതുപക്ഷത്തിൻ്റെ ആയിട്ട് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിനുശേഷം ചില സാങ്കേതിക വിഷയമുണ്ടായപ്പോൾ നമ്മൾ കുറ്റ്യാടി സീറ്റ് അതിൽ വിട്ടുകൊടുക്കുകയുണ്ടായത്. വിട്ടുകൊടുത്തപ്പോൾ തന്നെ അന്നത്തെ CPMൻ്റെ സെക്രട്ടറി സഹാബ് കൊടിയേരി പറയുകയുണ്ടായി, ഇതൊരു പ്രാവശ്യത്തേക്കാണ് മാത്രമാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത പ്രാവശ്യം 13 സീറ്റും ഉണ്ടാകും എന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു. തന്നെ ആയിരിക്കും അതോ മറ്റേതെങ്കിലും സീറ്റായിരിക്കും? അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് വന്നില്ല. അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഏത് വേണം എന്നുള്ളത്, ഏതാണ് പിന്നെ ഓഫർ ഉള്ളതെന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. കൂടുതൽ സീറ്റുകൾ, അതായത് കഴിഞ്ഞ തവണ മുന്നണിയിലേക്ക് വന്നൊരു സമയമായിരുന്നു, അപ്പോൾ അധികം വിലപേശലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇത്തവണ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് ആവശ്യപ്പെടും ഇല്ലേ? നമുക്കൊന്ന് ഒന്ന് വിലയിരുത്തുന്നതുണ്ട് സ്റ്റേറ്റസും കാര്യങ്ങളും. കൂടുതൽ കിട്ടിയാൽ സന്തോഷം, പക്ഷേ അതിനുവേണ്ടി ഒരു കടുംപിടുത്തത്തിന് പോകുന്നില്ല. ചോദിക്കും എന്തായാലും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില സൂട്ടബിളായിട്ടുള്ള സീറ്റുകൾ വേറെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ജയസാധ്യത ഒരു പക്ഷേ കേരള കോൺഗ്രസ് കൂടുതലുണ്ടെങ്കിൽ ചോദിക്കും. ഈ സീറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലും ഉണ്ടാവില്ലേ? ജയസാധ്യതയുള്ള സീറ്റുകൾ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉള്ളത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് തീരുമാനം, അതിലേക്കുള്ളതൊന്നും ചർച്ചകളൊന്നും പോയിട്ടില്ല. അപ്പോൾ ചില കാര്യങ്ങൾ, ചില നീക്കുപോക്കുകൾ നടത്തിയാൽ ചില പ്രദേശങ്ങൾ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മികച്ചൊരു മത്സരം നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണല്ലോ മുൻപിലേക്ക് വരുന്നത്. അതെ, തീർച്ചയായിട്ടും നല്ലൊരു മത്സരം എല്ലാ പ്രദേശങ്ങളിലുണ്ട്. കാരണം കേരള സംസ്ഥാനത്തെ വോട്ടർമാർ വളരെ ബോധ്യമുള്ളവരാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കതെല്ലാ തെരഞ്ഞെടുപ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു അവകാശമാണ്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ വിനിയോഗിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രസ്താവനയൊക്കെ ഈ സമീപ ദിവസങ്ങളിൽ വരുന്ന വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. CPI അടക്കം വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അത്തരം പ്രസ്താവനകൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതായത് തീവ്രവാദി എന്ന് മാധ്യമപ്രവർത്തനം വിളിക്കും. ഞാൻ അതിലേക്കൊരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് പോകുന്നു. ഇത്തരം രാഷ്ട്രീയ ഒരു പരാമർശമൊക്കെ നടത്തുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് വീണ്ടും ഒരു വിമർശനം നടത്തി അത് ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യം അതുകൊണ്ടൊന്നും നമ്മുടെ ജനങ്ങളുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി MP മത്സരിക്കില്ലേ അത് എവിടെയായിരിക്കും എന്നൊരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ മത്സരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പാലയായിരിക്കും. അതിനകത്ത് മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് അത് പാർട്ടി തീരുമാനിക്കുന്നതാണ്. പാലായാണ് നമ്മുടെ സ്വന്തം സ്ഥലം, അതിനൊന്നും സംശയമില്ലല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ കേരള കോൺഗ്രസ് പൂർണ്ണമായി സജ്ജമായിട്ട് പോകുന്നു. തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് തന്നെയാണ് ജോസ് കെ മാണി MP പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.